പ്രിയമുള്ള +1 എക്കണോമിക്സിന് പഠിക്കുന്ന വിദ്യാർത്ഥികളെ, നമ്മൾ അവസാനമായിട്ട് എക്കണോമിക്സിൽ പഠിച്ച ഭാഗങ്ങൾ നമുക്കറിയാലോ. എവിടെയാണ്? ലിബറലൈസേഷനെ കുറിച്ചല്ലേ. ലിബറലൈസേഷന്റെ വളരെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരികയാണ്. ലിബറലൈസേഷന്റെ മൂന്നാമത്തെ മേഖലയിലേക്ക്. ഒന്ന് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള മേഖലയും അതേ രീതിയിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മേഖലയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അതിന്റെ മൂന്നാമത്തെ മേഖല ഏതാണ്? ടാക്സ് റിഫോംസ്. ഓക്കെ, ടാക്സ് റിഫോംസ്. എന്താ ടാക്സ് റിഫോംസ് എന്നാൽ? ടാക്സ് റിഫോംസ് were introduced as a part of liberalization and economic reform. സാമ്പത്തികമായിട്ടുള്ള പരിഷ്കാരങ്ങളുടെ ഭാഗവും അതേ രീതിയിൽ ഉദാരവൽക്കരണത്തിന്റെ ഒരു ഭാഗവുമായിട്ട് ടാക്സ് പരിഷ്കാരങ്ങൾ നമുക്ക് പറയാം. ടാക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഉദാരവൽക്കരണം. ടാക്സ് നമുക്ക് ഉദാരവൽക്കരിക്കേണ്ടതുണ്ട്. നേരത്തെ വലിയ വലിയ ടാക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെ? നമ്മൾ മനസ്സിലാക്കിയിട്ട് വലിയ പ്രോഗ്രസീവ് ടാക്സേഷൻ അതിന്റെ ഏകദേശം 98% എത്തി നിന്നിരുന്നു. അപ്പൊ ടാക്സ് അത്രയും വലിയൊരു ടാക്സ് ഈടാക്കിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു 1950 മുതൽ 90 വരെ. അപ്പോൾ ഈ 91 മുതലുള്ള പുതിയ സാമ്പത്തിക നയത്തിൽ അവിടെ ഒരു ലിബറലൈസേഷൻ വരുത്തുന്നുണ്ട്. അപ്പൊ അത് എന്താവും? ടാക്സ് കുറയ്ക്കുക എന്നുള്ളതിനായിരിക്കും, അല്ലെ? അപ്പൊ അതിലേക്ക് നമുക്ക് വരാം. ടാക്സ് എന്ന് പറയുന്നത് ഒരു ഇക്കണോമിക് റിഫോംസ് കൂടിയാണ്, ഒരു സാമ്പത്തിക പരിഷ്കാരം കൂടിയാണ്, അല്ലെ? നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്താണ് ടാക്സ്, വരുമാനമാണ് ടാക്സ്. അപ്പൊ ടാക്സിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. സോ വാട്ട് ഈസ് എ ഫിസ്ക്കൽ പോളിസി? ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ടതാണ് ഫിസ്ക്കൽ പോളിസിയാണ്. ഫിസ്ക്കൽ പോളിസി ഈസ് ദ പോളിസി ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് ഗവൺമെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട നയങ്ങളിൽ ഒന്നാണ് ധനനയം, അല്ലെ? ഫിസ്ക്കൽ പോളിസി. 2 നയങ്ങൾ, ഒന്ന് ഫിസ്ക്കൽ പോളിസി, മറ്റൊന്ന് മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസി എന്ന് കേട്ടാൽ നമ്മൾ ടാക്സ് ഫിസ്ക്കൽ പോളിസിയുടെ ഭാഗമായതുകൊണ്ട് ഫിസ്ക്കൽ പോളിസി എന്താണ്? ഫിസ്ക്കൽ പോളിസി ഈസ് ദ പോളിസി ഓഫ് ദി ഗവൺമെന്റ് ഓൺ പബ്ലിക് എക്സ്പെൻഡിച്ചർ. പൊതു ചെലവ്, ഗവൺമെന്റിന്റെ ധനം എങ്ങനെ ചെലവഴിക്കുന്നു, പൊതു ചെലവ്, ഗവൺമെന്റിന്റെ ചെലവ്, അല്ലെ? നമ്പർ 2, ഗവൺമെന്റ് റവന്യൂ. അതാണ് ടാക്സ്, ഗവൺമെന്റിന്റെ വരുമാനം. ഗവൺമെന്റ് എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നത്? ടാക്സ് മാത്രമല്ല, ടാക്സിന്റെ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ഉദാഹരണം മാത്രമാണ്. നിങ്ങൾ അടക്കുന്ന ഫീസ് ഗവൺമെന്റിന്റെ വരുമാനമാണ്, ഫൈൻ ഗവൺമെന്റിന്റെ വരുമാനമാണ്. അപ്പൊ ഇങ്ങനെ ധാരാളം വരുമാനങ്ങളുണ്ട്. അപ്പൊ ടാക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്, അതുകൊണ്ട് ടാക്സ് പറഞ്ഞു മാത്രം. ടാക്സ് ഈസ് ദ ഗവൺമെന്റ് റവന്യൂ. ദാറ്റ്സ് ദ എക്സാമ്പിൾസ് ഓഫ് ദ ഗവൺമെന്റ് റവന്യൂ. അപ്പൊ അതും ഫിസ്ക്കൽ പോളിസിയുടെ ഭാഗമാണ്. മൂന്നാമത്തെ ഭാഗം പബ്ലിക് ഡെപ്റ്റ്. ഗവൺമെന്റിന്റെ കടം വാങ്ങുക എന്നുള്ള, ഗവൺമെന്റ് ധനം ഇല്ലാത്ത സമയം, പണം ഇല്ലാതെ കടം വാങ്ങും. അപ്പോ നമ്മൾ ഒരു ധനം, നമ്മുടെ പണം തന്നെ നോക്കുക, ഗവൺമെന്റ് നോക്കുക, നമ്മുടെ പണത്തിൽ ഏതൊക്കെ ഉണ്ടാവും? വരുമാനവും ചെലവും, ഇനി ചെലവഴിക്കാനില്ലെങ്കിൽ കടം വാങ്ങും. അപ്പൊ ഇത് മൂന്നും തന്നെയാണ് ഗവൺമെന്റ്, അല്ലെ? ഗവൺമെന്റിന്റെ ചെലവ്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ദെൻ മറ്റൊന്ന് ഗവൺമെന്റ് റവന്യൂ, ഗവൺമെന്റിന്റെ വരുമാനം, ആൻഡ് ദ പബ്ലിക് ഡെപ്റ്റ്, ഗവൺമെന്റിന്റെ കടം. ഇത് മൂന്നും അടങ്ങിയതാണ് ഫിസ്ക്കൽ പോളിസി. ഫിസ്ക്കൽ പോളിസി എന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ഫിസ്ക്കൽ പോളിസി എന്താണെന്ന് മനസ്സിലായി. Then next one, അടുത്ത ഭാഗത്തേക്ക് വരാം. ടാക്സ്. നമ്മൾ ടാക്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ടാക്സ് ഫിസ്ക്കൽ പോളിസിയുടെ ഭാഗമായതുകൊണ്ട് നമ്മൾ ഫിസ്ക്കൽ പോളിസി എന്താണ് നമുക്ക് പഠിച്ചു ചെറിയ രീതിയിൽ. ഫിസ്ക്കൽ പോളിസി വിശദമായിട്ട് നമുക്ക് വേറെ പഠിക്കാനുണ്ട്, ഇപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കി എന്ന് പറയാം. ഓക്കെ, then ടാക്സ്, there are 2 types of tax: direct tax and indirect tax. What is direct tax? Tax paid directly to the government by the individuals or business groups or business entities. അല്ലെ? ടാക്സ് ഗവൺമെന്റിലേക്ക് ബിസിനസ്സുകാരോ അല്ലെങ്കിൽ വ്യക്തികളോ നേരിട്ട് ഗവൺമെന്റിലേക്ക് അടക്കുന്ന ടാക്സിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ടാക്സ് പെയ്ഡ് ഡയറക്ട്ലി. ദ ടാക്സ് ബർഡൻ, ടാക്സിന്റെ ഭാരം ആ വ്യക്തിക്ക് തന്നെയാണ്. ടാക്സ് അടക്കുന്ന വ്യക്തി, ടാക്സ് ഓരോരുത്തരും അവനവന്റെ ടാക്സ് അവനാണ് അടക്കണം, അല്ലെ? അതാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. That is not change the tax burden to others. മറ്റു വ്യക്തിയിലേക്ക് ടാക്സിന്റെ ബർഡൻ, ആ ടാക്സിന്റെ ആ പണത്തിന്റെ ഭാരം മറ്റൊരാളിലേക്ക് മാറ്റാൻ കഴിയില്ല. നമ്മുടെ ഒരു വ്യക്തി തന്നെ അവന്റെ ടാക്സ് അടക്കണം. അങ്ങനെ നേരിട്ട് കൊടുക്കുന്ന ടാക്സിനെയാണ് എന്ത് പറയുന്നത്? ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്.
അതിന് എക്സാമ്പിൾ നമുക്ക് പറയാം. ഇൻകം ടാക്സ്, വരുമാനം. നമുക്ക് കിട്ടുന്ന വരുമാനം, അപ്പൊ എനിക്ക് കിട്ടുന്ന വരുമാനത്തിന് ടാക്സ് ഞാൻ തന്നെ അടക്കണം, എന്റെ വരുമാനത്തിൽ നിന്ന് അടക്കണം അല്ലേ. മറ്റൊരാൾ കിട്ടുന്ന വരുമാനത്തിന് ടാക്സ്, ഇൻകം ടാക്സ്, ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്, കോർപ്പറേഷൻ ടാക്സ് അല്ലേ, കമ്പനി നികുതി, ഇതൊക്കെ ആ കമ്പനി തന്നെ അടക്കണം എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ നികുതി. അപ്പൊ ഡയറക്റ്റ് ടാക്സ് ആണ്, നേരിട്ട് അടക്കുന്നത്. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് നോക്കുക നിങ്ങൾ. ഇൻഡയറക്റ്റ്, പരോക്ഷ നികുതി, നേരിട്ടല്ലാത്ത നികുതി എന്നാൽ എന്താണ്? ഇറ്റ് ഇസ് എ ടാക്സ് കളക്റ്റഡ് ആൻഡ് റെമിറ്റഡ് ബൈ വൺ. ടാക്സ് കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അടക്കുന്നത്, റെമിറ്റ് ചെയ്യുന്നത്, അടക്കുന്നത് ഒരു വ്യക്തിയാണ്. One person is collect the tax or remit the tax, and its impact falls to the another. Falls upon to the another. അതിന്റെ ഭാരം, നികുതിയുടെ ആ ഭാരം മറ്റൊരാളിലേക്ക് മാറ്റാൻ കഴിയും. ഞാനിപ്പോ അടച്ച നികുതി മറ്റൊരാളോട് എനിക്ക് വാങ്ങാൻ കഴിയും. അങ്ങനെ വാങ്ങാം. ഉദാഹരണം നോക്കാം. സെയിൽസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. സെയിൽസ് ടാക്സ്, സാധനങ്ങളുടെ വിൽക്കുന്ന, നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ പേരിലുള്ള ടാക്സ്, അത് ആദ്യം ആരടക്കുന്നുണ്ട്? കമ്പനി അടക്കുന്നുണ്ട്. ഇപ്പൊ സോപ്പ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി അടക്കുന്നു, ആ സോപ്പിന്റെ ടാക്സ് ആരടക്കുന്നു? കമ്പനി അടക്കുന്നു. പക്ഷെ ആ സോപ്പിന്റെ ടാക്സ് യഥാർത്ഥത്തിൽ ആരുടെ പേരിലേക്കാണ് വരുന്നത്? സാധനം വാങ്ങുന്ന കൺസ്യൂമർ കൊടുക്കണം. ഞാനൊരു സോപ്പ് വാങ്ങിയ ടാക്സ് ഞാൻ കൊടുക്കണം അല്ലെ. അപ്പൊ ടാക്സിന്റെ ഭാരം നേരത്തെ കമ്പനി വഹിച്ചു, പിന്നീട് അത് കൺസ്യൂമർ ആയിട്ടുള്ള എന്റെ അടുത്തേക്ക് വന്നു. അപ്പൊ ടാക്സ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറ്റാൻ കഴിയുന്നത് ടാക്സിന്റെ ഭാരം. അപ്പൊ എല്ലാ സാധനങ്ങളും വാങ്ങുമ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. ആ ടാക്സ് നേരത്തെ ഗവൺമെന്റിന് കമ്പനി അടച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മള് കമ്പനി അതിന്റെ വിലയിൽ കൂട്ടിയിട്ടത് കൊണ്ട് ആ ഭാരം അവസാനം നമുക്കായി. ഇൻക്ലൂഡിങ് ഓൾ ടാക്സ് എന്നുണ്ടല്ലേ, എല്ലാ ടാക്സും ഉൾപ്പെടെയാണ് നമ്മൾ വില കൊടുക്കുന്നത്. അപ്പൊ ശരിക്കും ടാക്സ് അടച്ചത് നമ്മളാണ്, വാങ്ങുന്നവരാണ്. പക്ഷെ ആദ്യം അടച്ചത്, ഗവൺമെന്റിലേക്ക് അടച്ചത് കമ്പനിയാണ്. അപ്പൊ കമ്പനി അടച്ച ടാക്സ് മറ്റൊരാളിലേക്ക് മാറ്റി. അപ്പൊ നികുതി ഭാരം മറ്റൊരാളിലേക്ക് മാറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡയറക്റ്റ് ടാക്സ്, സെയിൽസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി ഒക്കെ അതിൽപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. ടാക്സിനെ കുറിച്ച് രണ്ട് തരത്തിലുള്ള ടാക്സ് മനസ്സിലാക്കി വെക്കുക. ഇനി ഇമ്പോർട്ടന്റ് ടാക്സ് റിഫോം, നമ്മൾ ടാക്സിന്റെ റിഫോംസ് ആണ് പഠിക്കുന്നത്. അതിലേക്ക് വരാം. ഏതെല്ലാം നയങ്ങളാണ്, പരിഷ്കാരങ്ങളാണ് ടാക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? Important tax reforms are, first one, reduction in personal income tax. വ്യക്തിഗത ആദായ നികുതി കുറച്ചു എന്നുള്ളതാണ്. നേരത്തെ ഒരു വലിയ 97 അല്ലെ, അതായത് 98% ഇൻകം ടാക്സ് എത്തിയിരുന്നു നമ്മൾ പറഞ്ഞാൽ. അപ്പൊ അത്തരത്തിലുള്ള വലിയ നികുതിയൊക്കെ കുറച്ചു. അത്രയും നികുതി ഇല്ല. അപ്പൊ ടാക്സ് ലിബറൽ ആക്കി, ഉദാരവൽക്കരണം. ഒന്ന് നയം ഉദാരമാക്കുക, ഒന്ന് സിമ്പിൾ ആക്കുക. എങ്ങനെയാ സിമ്പിൾ ആക്കിയത്? ടാക്സ് കുറച്ചു കൊടുത്തു. വ്യക്തിഗത പേഴ്സണൽ ഇൻകം ടാക്സ് കുറച്ചു. റിഡക്ഷൻ ഓഫ് ഇൻ പേഴ്സണൽ ഇൻകം ടാക്സ്, ഫസ്റ്റ് വൺ. നമ്പർ 2, റിഡക്ഷൻ ഇൻ കോർപ്പറേഷൻ ടാക്സ്, കമ്പനി നികുതിയും കുറച്ചു. കമ്പനി നികുതി കുറച്ചു. Then third one, reduction in excise duty, excise duty കുറച്ചു. Fourth one, reduction in customs duty, customs duty കുറച്ചു. ഇതൊക്കെ ടാക്സുകളാണ്, വ്യത്യസ്ത തരത്തിലുള്ള ടാക്സുകളാണ്. അപ്പോ കസ്റ്റംസിൽ വരുന്ന ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചു. Then introduction of GST, ടാക്സിൽ അടുത്ത നയം എന്താണ്? GST. ഇവിടെ അടുത്ത കാലത്തായിട്ട് വന്നാണ് GST. GST എന്നാ വന്നതെന്ന് പറയണം, പറഞ്ഞായിരുന്നു കേട്ടോ. Introduction of GST. What is GST? Goods and Services Tax. Goods and Services Tax. ഇതെന്നാ വന്നത്? യെസ്, GST came to effect. ശരിക്കും അത് ഇഫക്റ്റ് ആയി വന്നത് എന്നപ്പോഴാണ്? ഇൻ ജൂലൈ 2017, 2017 ജൂലൈയിലാണ് GST വന്നത്. ആ GSTയിലേക്ക് കുറെ ടാക്സ് ഉൾപ്പെടുത്തി ഒറ്റ ടാക്സ് ആക്കി മാറ്റി. അതാണ് GST, ഗൂഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഗൂഡ്സ് സർവീസസ് ഒക്കെ എല്ലാം കൂടി ഒരു ഒറ്റ ഗണത്തിലേക്ക് മാറ്റി, ഒറ്റ ടാക്സ് ആക്കി മാറ്റി. ഏതൊക്കെയാണ് ഉൾപ്പെടുന്ന അറിയോ? വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്, വാറ്റ്, സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, ഇത്തരത്തിലുള്ളതെല്ലാം ഉൾപ്പെടുത്തി നൗ ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ആസ് GST. അത് GST ആക്കി മാറ്റി. ഓക്കെ, അതാണ്
ടാക്സ്, ഇതാണ് ടാക്സിൽ വന്ന പരിഷ്കാരങ്ങൾ. അപ്പൊ ഈ ടാക്സ് കുറച്ചതുകൊണ്ട് എന്താ ഗുണം? ടാക്സ് ഉള്ള ടാക്സ് എല്ലാവരും അടക്കും അല്ലേ? സോ ഇറ്റ് ഇസ് എ ഗ്ലോബൽ എക്സ്പീരിയൻസ് ദാറ്റ് മോഡറേറ്റ് ലെവൽ ഓഫ് ടാക്സേഷൻ എൻകറേജ് ദ ടാക്സ് കംപ്ലൈൻസ്. ടാക്സ് അടക്കാനുള്ള ആളുകളുടെ മനോഭാവം വരണമെങ്കിൽ ഒരു മോഡറേറ്റ് ലെവൽ ടാക്സ് തന്നെ വേണം. അല്ലെങ്കിൽ എന്താവും? അത് ദാറ്റ് ഈസ് ഡിസ്കറേജ് അല്ലെ? അത് ആളുകളെ ഡിസ്കറേജ് ചെയ്യും. ഡിസ്കറേജ് ടാക്സ് ആൻഡ് ടാക്സ് ഇവേഷൻ അല്ലെ? ടാക്സ് അവോയ്ഡൻസ്. നികുതിയിൽ നിന്ന് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ആക്കാൻ നോക്കും. വലിയ ടാക്സ് ഉണ്ടാകുമ്പോൾ നികുതി തട്ടിപ്പും വെട്ടിപ്പാക്കാൻ നോക്കും. ചെറിയ ടാക്സ് ആകുമ്പോൾ ഗവൺമെന്റിലേക്കുള്ള ടാക്സ് എല്ലാവരും അടക്കും എന്നുള്ളതാണ് ടാക്സ് ഇങ്ങനെ ഗവൺമെന്റ് കുറക്കാനുണ്ടായിട്ടുള്ള കാരണങ്ങൾ. അപ്പൊ ടാക്സിന്റെ റിഫോംസ് മനസ്സിലായല്ലോ, ടാക്സ് മനസ്സിലായല്ലോ. ഇനി അടുത്തതിലേക്ക് പോവാം, നാലാമത്തതിലേക്ക് പോവാം. നമുക്ക് 5 പഠിക്കാനുണ്ട്. ഓക്കെ, നാലാമത്തതിലേക്ക് പോവാം. നാലാമത്തെ സ്ട്രക്ചർ ഫോറിൻ എക്സ്ചേഞ്ച് സ്ട്രക്ചർ, ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ്. വിദേശ നാണയത്തിൽ വന്ന പരിഷ്കാരങ്ങൾ എന്തെല്ലാം നോക്കാം അല്ലെ? 991 in 1991 as the stabilization measure, stabilization അല്ലെ, സ്റ്റാബിൾ ആക്കാനുള്ള നടപടികളുടെ ഭാഗമായിട്ട് ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ, മൂല്യം കുറച്ചു. ഇന്ത്യൻ റുപ്പി ഡിവാല്യൂ ചെയ്തു. So this devaluation means reducing the value of the domestic currency. What is the devaluation? Devaluation. What is devaluation? Devaluation means reducing the value of the domestic currency. ആഭ്യന്തര കറൻസിയുടെ, സ്വന്തം നാട്ടിലെ കറൻസിയുടെ മൂല്യം കുറക്കുക. വിത്ത് ദ ഫോറിൻ കറൻസീസ്, ഫോറിൻ കറൻസിയുമായിട്ട് നമ്മുടെ രാജ്യത്തുള്ള പണത്തിന്റെ മൂല്യം കുറക്കുക. അതാണ് ഡിവാല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതുകൊണ്ട് എന്താ ഗുണം? ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ കുറയും. That is encourage the capital inflow. നമ്മുടെ രാജ്യത്തേക്ക് ധാരാളം മൂലധന നിക്ഷേപങ്ങൾ വരാൻ കാരണമാവും. നമ്മുടെ രാജ്യത്ത് ധാരാളം നിക്ഷേപിച്ച് നമ്മുടെ രാജ്യത്തെ ധാരാളം വ്യവസായങ്ങൾ വളർന്നു വരാൻ കാരണമാകും എന്നുള്ളതാണ്. ഇവിടെ മൂല്യം കുറച്ചത് കൊണ്ട് മനസ്സിലാവും. ധാരാളം നിക്ഷേപകർ ഇന്ത്യയിലേക്ക് ആകർഷിക്കും, എക്സ്പോർട്ടും വർദ്ധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഡിവാല്യൂഷൻ ചെയ്തു എന്നുള്ളതാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ്. മനസ്സിലാക്കുക? ഡിവാല്യൂഷൻ എന്നുള്ളതാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ് നിങ്ങൾ ഓർക്കേണ്ടത്. അതിന്റെ എന്താണ്? ദാറ്റ് ഈസ് പ്രിവെന്റഡ് ദ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ആൻഡ് എൻകറേജ് ദ ക്യാപിറ്റൽ ഇൻഫ്ലോ. നമ്മുടെ രാജ്യത്തേക്ക് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തേക്ക് ക്യാപിറ്റൽ വരും, ഔട്ട്ഫ്ലോ എന്ന് നമ്മുടെ രാജ്യത്ത് അങ്ങോട്ട് ക്യാപിറ്റൽ. അപ്പൊ ക്യാപിറ്റൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് കുറയും, ക്യാപിറ്റൽ ഇങ്ങോട്ട് വരും, എക്സ്പോർട്ട് കൂടും. ഇവിടുന്ന് അങ്ങോട്ട് സാധനങ്ങൾ കയറ്റി അയക്കുന്നത് കൂടുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ശരിക്ക് ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ്. ശരിക്ക് പണത്തിന്റെ മൂല്യം തീരുമാനിക്കുന്ന ആരാണ്? RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതിന് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ദ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ RBI. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയുടെ പണത്തിന് എത്ര മൂല്യമാണോ എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ RBI തീരുമാനിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്, വിനിമയ നിരക്കിന്റെ ഫിക്സഡ് റേറ്റ് ആണ് RBI തീരുമാനിച്ചാൽ. ചിലപ്പോ RBI തീരുമാനിക്കാതെ ചിലപ്പോ RBI തീരുമാനിച്ച അതായിക്കോളുന്നില്ല. എക്സ്പോർട്ടും ഇമ്പോർട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്നതിനനുസരിച്ച്, അതായത് നമ്മുടെ മാർക്കറ്റിനനുസരിച്ച് അല്ലെ, ഫോറിൻ മാർക്കറ്റിനനുസരിച്ച്, ഫോറിൻ ഇക്കോണമിക്ക് അനുസരിച്ച് ചിലപ്പം നമ്മുടെ പണത്തിന്റെ മൂല്യം മാറി എന്ന് വരാം. അതിനെയാണ്, അതായത് ദ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഡിമാൻഡ് ഫോർ ആൻഡ് സപ്ലൈ ഓഫ് ദ മാർക്കറ്റ്, ഫോറിൻ കറൻസി മാർക്കറ്റ്. ഇറ്റ് ഈസ് കാൾഡ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്. അതാണ് ഫ്ലെക്സിബിൾ. RBI തീരുമാനിച്ചാൽ അത് ഫിക്സഡ് ആണ്, അതായത് സംഘടന തീരുമാനിക്കുന്നതാണല്ലോ. എന്നാൽ മാർക്കറ്റ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നതാണ് ഫ്ലെക്സിബിൾ. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ ചേഞ്ചബിൾ, മാറ്റം സംഭവിക്കുന്നത്. മറ്റേ ഫിക്സഡ് ആണ്. ഓക്കെ, അപ്പൊ എക്സ്ചേഞ്ച് റേറ്റ് ആ രണ്ട് രീതിയിലുണ്ട് എന്നുള്ളത് ഓർക്കുക. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്. ഇനി അഞ്ചാമത്തെ സെക്ഷനിലേക്ക് വരാം. നമുക്ക് ഫിഫ്ത് വൺ, ലാസ്റ്റ് വൺ ആണ് നമ്മുടെ ലിബറലൈസേഷന്റെ ലാസ്റ്റ് വൺ, അഞ്ചാമത്തെ ഭാഗം. എന്താണ്? യെസ്, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി. കച്ചവടത്തിലും നിക്ഷേപത്തിലും ഉണ്ടായിരിക്കുന്ന നയങ്ങൾ വളരെ ചുരുക്കി നമുക്ക് പഠിക്കാം, ചെറുതായിട്ട് പഠിക്കാം. എന്താണ് വ്യാപാര നയങ്ങൾ, നിക്ഷേപ നയങ്ങൾ എന്തായിരുന്നു?
വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ, റിഫോംസ് എന്തെല്ലാമാണ്. അപ്പൊ വ്യാപാരം അഭിവൃദ്ധിപ്പെടണം അല്ലെ, നിക്ഷേപങ്ങളും അഭിവൃദ്ധിപ്പെടണം, അതിനനുസരിച്ചുള്ള ഒരു നയമായിരിക്കും അല്ലെ. ടു പ്രൊമോട്ട് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മെഷേഴ്സ്, ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, ഇമ്പോർട്ട്സ് ലിബറലൈസ്ഡ്, ഇറക്കുമതിയെ ഉദാരവൽക്കരിച്ചു. ഇറക്കുമതിയിൽ ധാരാളം ഒരുപാട് നയങ്ങളും ഒരുപാട് എന്താ പറയാ തടസ്സങ്ങളും ഒരുപാട് നിയമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് ഉദാരവൽക്കരിച്ചു. ഇമ്പോർട്ട്സ് ലിബറലൈസ്ഡ്. സെക്കൻഡ് വൺ, ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇമ്പോർട്ട്സ്, ദാറ്റ് ഈസ് ക്വാട്ട. നിങ്ങൾ ക്വാട്ട എന്ന് പഠിച്ചില്ലേ? ക്വാട്ട, ടാരിഫും ക്വാട്ടയും പഠിച്ചാണ്. ഓക്കെ, ആ ക്വാട്ട, ദാറ്റ് ഈസ് ക്വാട്ട. വാട്ട് ഈസ് ക്വാട്ട? ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് അല്ലേ ഓൺ ഇമ്പോർട്ട്സ്, ദാറ്റ് ഈസ് ആൾസോ റിമൂവ്ഡ്. അത് നീക്കം ചെയ്തു. ഒരു രാജ്യത്തേക്ക് ഇത്ര അളവ് സാധനങ്ങളെ ഇറക്കുമതി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കോട്ട. ആ കോട്ട ഇല്ലാതാക്കി. അപ്പൊ വിദേശ രാജ്യത്ത് നിന്ന്, അമേരിക്കയിൽ നിന്ന് 50 കോടി ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കോട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ 50 കോടി സാധനങ്ങൾ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അതില്ലാതാലോ 50, 100, 200 ഒക്കെ വരാം. 50 കുറച്ചും വരാം, കൂടുതലും വരാം. അപ്പൊ അങ്ങനെ കോട്ട ഇല്ലാതാക്കി. തടസ്സം, കോട്ട എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, അളവിലുള്ള ആ റെസ്ട്രിക്ഷൻ, തടസ്സം നീക്കി കോട്ട ഇല്ലാതാക്കി. അതാണ് രണ്ടാമത്തെ റിഫോം. തേർഡ് റിഫോം, ഇമ്പോർട്ട് ഡ്യൂട്ടീസ് റെഡ്യൂസ്ഡ്, ഇറക്കുമതിയുള്ള നികുതി, അതാണ് ടാരിഫ് റെഡ്യൂസ്ഡ്. ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഓർ ടാരിഫ് റെഡ്യൂസ്ഡ്, അതും കുറച്ചു. നേരത്തെ നമ്മൾ നമ്മുടെ വ്യവസായങ്ങൾ വളരാൻ വേണ്ടിയിട്ട് 91 മുമ്പ് നമ്മൾ എന്താ പഠിച്ചത്? ടാരിഫ്, വിദേശ സാധനങ്ങളുടെ പേരിൽ അമിതമായിട്ട് നികുതി ചുമത്തി. എന്നിട്ട് അവരുടെ വില കൂടും. അവരുടെ സാധനങ്ങൾക്ക് നികുതി കൂട്ടിയിട്ടല്ലേ വില ഉണ്ടാവുക. അപ്പൊ നികുതി കൂടും, വിലയും കൂടും. എന്നിട്ട് നമ്മുടെ രാജ്യത്തുള്ള വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും നമ്മുടെ രാജ്യത്ത് കൂടുതൽ ഉണ്ടാക്കാനും വേണ്ടിയിട്ട്. പക്ഷെ അത് പ്രതികൂലമായിട്ട് ആണ് നമുക്ക് കിട്ടിയത് അല്ലെ. നമുക്ക് അതുകൊണ്ട് തന്നെ 91 നമ്മൾ എന്ത് ചെയ്തു? ആ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് കുറച്ചു, റെഡ്യൂസ് ചെയ്തു. ഡ്യൂട്ടീസ് തീരെ ഇല്ലാതാക്കല്ല, റെഡ്യൂസ് ചെയ്തു. ദെൻ നെക്സ്റ്റ്, ഫോർത്ത് പോയിന്റ്, ഇമ്പോർട്ട് ലൈസൻസിങ് അബോളിഷ്ഡ്. ഇമ്പോർട്ടിന്, ഇറക്കുമതിയിലുള്ള ലൈസൻസ് ഇല്ലാതാക്കി. ഇറക്കുമതി ചെയ്യണമെങ്കിൽ ലൈസൻസിങ് വേണമായിരുന്നു. അത് അബോളിഷ്ഡ്, തുടച്ചു നീക്കി. ഇമ്പോർട്ട് ലൈസൻസിങ് അബോളിഷ്ഡ്. ഇറക്കുമതി, വിദേശത്ത് നിന്ന് വിദേശ ആളുകൾക്കോ നമ്മുടെ ആളുകൾക്കോ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാനുള്ള ലൈസൻസിങ് ഇല്ലാതാക്കി. പക്ഷെ അത് എല്ലാറ്റിലും ഒഴിവാക്കിയിട്ടില്ല. അതിലൂടെ എക്സെപ്ഷൻ പറയുന്നുണ്ട്. ഏതിലൊക്കെ ഉണ്ട്? എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് ഹസാർഡസ്, അപകട സാധ്യതയുള്ള അതിന് ലൈസൻസ് വേണം. അതിന്റെ ഒഴിവാക്കിയിട്ടില്ല. പിന്നെ എൻവയോൺമെന്റ് സെൻസിറ്റീവ് ഇൻഡസ്ട്രീസ്, അതായത് പരിസ്ഥിതി ലോലമായിട്ടുള്ള, പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതായിട്ടുള്ള വസ്തുക്കളുടെയും പിന്നെ പിന്നെ അപകട സാധ്യതയുള്ളതായിട്ടുള്ള ഹസാർഡസ് ആയിട്ടുള്ള എക്സ്പ്ലോസീവ്സ് ആയിട്ടുള്ള വസ്തുക്കളിലൊക്കെ ലൈസൻസ് നിലനിർത്തി. ബാക്കിയുള്ളതിന്റെയൊക്കെ ഇമ്പോർട്ട് ലൈസൻസിങ് നീക്കം ചെയ്തു. ഇനി അഞ്ചാമത്തെ റിഫോംസ്, എക്സ്പോർട്ട് ഡ്യൂട്ടി റിമൂവ്ഡ്. എക്സ്പോർട്ട് ഡ്യൂട്ടി റിമൂവ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻകറേജ് എക്സ്പോർട്ട്. എക്സ്പോർട്ട് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം എക്സ്പോർട്ട് അല്ലെ, കയറ്റുമതി ഉണ്ടാകാൻ വേണ്ടിയിട്ട് കയറ്റുമതിയുടെ പേരിലുള്ള നികുതി നീക്കം ചെയ്തു. Then last point, sixth point, exchange rate determined by market. Okay, move to market determine the exchange rate, that is flexible exchange rate. Exchange rate determined by the market. RBI ഇങ്ങനെ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് പകരമായിട്ട് മാർക്കറ്റ് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ധാരാളം സാധനങ്ങൾ കയറ്റുമതി ഇറക്കുമതി ഒക്കെ ഉണ്ടാവുന്നതനുസരിച്ച് നല്ലോണം കയറ്റുമതി ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് എന്താ ചെയ്യും? കൂടും അല്ലെ. പണത്തിന്റെ മൂല്യം കൂടുകയും കുറയുകയും ചെയ്യുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലായി? മാർക്കറ്റിലുള്ള കച്ചവടത്തിന്റെ അടിസ്ഥാനം, വിദേശ മാർക്കറ്റ്, വിദേശികളും ലോക രാജ്യങ്ങളുമായിട്ടുള്ള കച്ചവടത്തിന്റെ അടിസ്ഥാനത്തിൽ പണത്തിന്റെ മൂല്യം തീരുമാനിക്കുന്നതായി. അല്ലാതെ നമ്മളൊരു
മോണിറ്ററി അതോറിറ്റി ആയിട്ടുള്ള റിസർവ് ബാങ്ക് തീരുമാനിക്കുന്ന ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലേക്കല്ല വന്നത്. ദാറ്റ് ഈസ് എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ മാർക്കറ്റ്. ഓക്കെ, ഇതൊക്കെയാണ് പരിഷ്കാരങ്ങൾ. അപ്പോൾ ലിബറലൈസേഷൻ എന്നുള്ള ഭാഗം നമുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രൈവറ്റൈസേഷൻ എന്നുള്ള രണ്ടാമത്തെ ഭാഗമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും മൂന്നും കൂടി നിങ്ങൾക്ക് എസ്സേ ചോദിക്കുന്നതാണ്. മറക്കരുത്, ഈ 5 മേഖലകളിലുള്ളത് വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇനി പ്രൈവറ്റൈസേഷൻ പഠിക്കണം, ഗ്ലോബലൈസേഷൻ പഠിക്കണം. അപ്പോൾ അടുത്തതിലേക്ക് വരാം. ഇപ്പോൾ ഇതിൽ മനസ്സിലായല്ലോ. ഓക്കെ, ഇത് നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക്സ് ടു ഓൾ.